യേശുവിൽ പ്രിയപ്പെട്ട സഹോദരരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് അഭിഷേകത്തെ പറ്റിയും ദൗത്യത്തെ പറ്റിയുമാണ്. വിശുദ്ധഗ്രന്ഥം വായിക്കുമെന്ന് കാണാൻ സാധിക്കും. കർത്താവ് ചിലരെ തെരഞ്ഞെടുക്കുന്നു, അഭിഷേകം ചെയ്യുന്നു, അവരെ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നു. ചില രാജാക്കന്മാരായിട്ട് തെരഞ്ഞെടുത്ത് അവരെ അഭിഷേകം ചെയ്ത് അവരെ ദൗത്യം ഏൽപ്പിക്കുന്നു. ചില പുരോഹിതന്മാരായിട്ട് തെരഞ്ഞെടുത്ത് അഭിഷേകം ദൗത്യം ഏൽപ്പിക്കുന്നു. ചില പ്രവാചകന്മാരായിട്ട് തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് പ്രവാചകന്മാരായിട്ട് അവരെ ദൗത്യം ഏൽപ്പിക്കുന്നു. അപ്പോൾ ക്രൈസ്തവർ നമ്മെ ഓരോരുത്തരെയും അഭിഷേകം, കുദാശകളിലൂടെ അഭിഷേകം ചെയ്ത് നമ്മെ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ചില സമയം നാം ചിന്തിക്കും, ദൗത്യം പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ സന്യസ്തരുടെ ഒരു ദൗത്യമാണ് എന്ന്. അല്ല, കർത്താവിൽ മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരും അഭിഷക്തരാണ്, അല്ലെങ്കിൽ ദൗത്യം ദൈവം ഏൽപ്പിച്ചത്. അവർ വിളിക്കപ്പെട്ടവരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതേപറ്റിയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനഭാഗങ്ങളിൽ നാം പുരോഹിത അഭിഷേകത്തെ പറ്റിയാണ് ധ്യാനിക്കുന്നത്. ചില ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ദൈവം മനുഷ്യരെ തെരഞ്ഞെടുക്കുന്നു, അവരെ പുരോഹിതരായിട്ട് അഭിഷേകം ചെയ്യുന്നു. അതിനുശേഷം അവരെ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കണം. എന്താണ് ഒരു ദൗത്യം എന്ന് കൃത്യമായിട്ട് ഈ വായന കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ദൗത്യം നിർവഹിക്കാനായിട്ട് ഉള്ള അനുഗ്രഹവും ആശീർവാദവും ദൈവം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പുരോഹിതനും എന്താണ് ചെയ്യേണ്ടതെന്ന് അഭിഷേകം ചെയ്ത സമയത്ത് ദൈവം അവരെ ഓർമ്മിപ്പിക്കുന്നു. അതേ രീതിയിൽ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടവരും അഭിഷേകം ചെയ്യപ്പെട്ടവരുമാണ്. നമ്മെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം നാം ഭംഗിയായിട്ട് നിർവഹിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ നാം ക്രൈസ്തവർ ആണ് എന്ന്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനഭാഗത്ത് നാം ധ്യാനിക്കുന്നത് യേശയ്യാ പ്രവാചകൻ ദൗത്യത്തെ പറ്റിയാണ്. യേശയ്യാ പ്രവാചകനെ തെരഞ്ഞെടുക്കുന്നു, അഭിഷേകം ചെയ്യുന്നു, ദൗത്യം ഏൽപ്പിക്കുന്നു. ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യുന്നത്? ദൈവം യേശയ്യാ പ്രവാചകനെ വിശദീകരിക്കുന്നു, പാപങ്ങൾ മോചിക്കുന്നു. ഇതൊക്കെ ചെയ്തതിനു ശേഷമാണ് വചനപ്രവർത്തനമായിട്ട് അയക്കുന്നത്. ഇപ്രകാരം എഴുതിയിരിക്കുന്നു, വിശുദ്ധീകരിച്ച ശേഷം, പാപങ്ങൾ മോചിച്ച ശേഷം എന്താണ് പ്രവാചകൻ പറയുന്നത്? ഞാൻ വചനം പ്രവർത്തിക്കാൻ തയ്യാറാണ്, റെഡിയാണ് എന്നാണ്. പിന്നെ വചനം പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എത്ര ധൈര്യത്തോടുകൂടെ ഉജ്ജ്വലമായ രീതിയിൽ ആണ് വചനം പ്രഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ പ്രവാചക ദൗത്യം നിർവഹിക്കുന്നത്. ദൈവം അഭിഷേകം ചെയ്യുകയും വിശുദ്ധീകരിക്കുകയും പാപമോചനം നൽകുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പാപം മോചിക്കുന്നു. അതിലൂടെ യേശയ്യായിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയും യേശയ്യാ പ്രവാചകനായി മാറുകയും ചെയ്യുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 1 മുതൽ 26 മുതൽ 31 വചനങ്ങളിൽ നാം കാണുന്നത് നമ്മുടെ വിളിയെ പറ്റിയാണ്, നമ്മുടെ അഭിഷേകത്തെ പറ്റിയാണ്, നമ്മുടെ ദൗത്യത്തെ പറ്റിയാണ്. എന്തുമാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? പൗലോസ്ലീഹ പറയുകയാണ്, ലൗകിക മാനദണ്ഡങ്ങൾ അനുസരിച്ചോ ബുദ്ധി സാമർഥ്യം കൊണ്ടോ അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മൾ ഒത്തിരിയധികം വിദ്യാഭ്യാസമുള്ളത് കൊണ്ടോ, ലൗകികമായ അല്ലെങ്കിൽ സമ്പത്തുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഒത്തിരിയധികം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടോ, സാമർഥ്യം ഉള്ളത് കൊണ്ടോ അല്ല. ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു, അവരെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്നത്തെ ഈ വായനയുടെ അടിസ്ഥാനമായിട്ടൊരു കാര്യം പൗലോസ്ലീഹ ഓർപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയാണ്, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്, അഭിഷേകം ചെയ്തിരിക്കുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വേണ്ടിയാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവം അഭിഷേകിക്കുന്നതിന്റെ പ്രധാന ദൗത്യം ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ആ വിളിക്കനുസരിച്ച് പ്രത്യുത്തരം നൽകണമെന്ന് പൗലോസ്ലീഹ നമ്മെ ഇന്ന് ഓർപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 38 വരെ തിരുവചനങ്ങൾ ഞാൻ ധ്യാനിക്കുന്നത് യേശുവിന്റെ ദൗത്യത്തെ പറ്റിയാണ്. യേശു പല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അത്ഭുതങ്ങളുടെ എല്ലാ അടിസ്ഥാനം എന്തായിരുന്നു? വിശ്വാസമായിരുന്നു. ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 38 വചനങ്ങളിൽ 2 അത്ഭുതങ്ങളാണ് യേശു പ്രവർത്തിക്കുന്നത്. 1, യേശു 2 അന്ധന്മാർ കാഴ്ച നൽകുന്നു, പിന്നെ ഒരു ഊമനെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ കാണാൻ സാധിക്കും അന്ധന്മാര് യേശുവിനോട് കരഞ്ഞപേക്ഷിക്കുകയാണ്, ഞങ്ങളിൽ കനിയണമേ ദാവീദിന്റെ പുത്ര എന്ന്.
അപ്പോൾ യേശു എന്നാണ് ചോദിക്കുന്നത്, എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന്. അപ്പോൾ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന്. ഉണ്ടോ? അപ്പോൾ ആ ദൗത്യം പൂർണ്ണമായിട്ട് യേശു നടത്തുകയാണ് ചെയ്യുന്നത്. കർത്താവ് ദാവീദിന് ബന്ധ കർത്താവ്, ഞങ്ങൾ കനിയണമേ, ഞങ്ങൾക്ക് കാഴ്ച പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തെ സുഖപ്പെടുത്തി ആ ദൗത്യം ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. രണ്ടാമത്തെ അത്ഭുതം എന്താണ്? യേശു ഒരു ഊമനെ സുഖപ്പെടുത്തുന്നു. പിശാച് ബാധ ഊമനെ ജനങ്ങൾ ഈശോ അടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ദൗത്യം നിർവഹിച്ചപ്പോൾ, ആ പിശാചിന് പുറത്തു പോയപ്പോൾ, ആ ഊമന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ എന്താണ് പറഞ്ഞത്? ഇസ്രായേലിൽ ഒരിക്കലും ഞങ്ങൾ കണ്ടിട്ടില്ല, വളരെ വലിയ അത്ഭുതമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ദൗത്യം യേശു ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. അതിനുശേഷം ഈശോ വചനം പ്രഘോഷിക്കുകയാണ്, തന്റെ ദൗത്യം തുടരുകയാണ്. പിന്നെ നാം കാണുന്നുണ്ട്, ഈശോ പറയുകയാണ്, ഈ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന്. വിശാൽ പ്രിയപ്പെട്ട സഹോദരരെ, വിളവുകൾ അധികം, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ടാണ് ഇന്ന് ഈശോ നമ്മെ ഓരോരുത്തരും ഓർപ്പിക്കുന്നത് നമ്മുടെ ദൗത്യത്തെ പറ്റി. നാം ഓരോരുത്തരും കുദാശകളിലൂടെ, മാമോദീസായിലൂടെ, സ്ഥായി ലേവനത്തിലൂടെ, കുംസാരത്തിലൂടെ, മറ്റുള്ള കുദാശകളിലൂടെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ ദൗത്യം നിർവഹിക്കാൻ നാം ഓരോരും ബാധ്യസ്ഥരാണ്, വിളിക്കപ്പെട്ടവരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അഭിഷേകം ചെയ്തിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈശോ നമ്മെ ഓർപ്പെടുത്തുന്നത് വേലക്കാർ ചുരുക്കമാണ് എന്ന്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, വചന പ്രഘോഷണം, സുവിശേഷ ദൗത്യം നിർവഹിക്കണം എന്നുള്ളത് നമ്മൾക്കുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ആൾക്കാരെ നമ്മളിന്ന് വാചനത്തിൽ കണ്ടു. നമ്മൾ കണ്ടു പ്രവാചകനെ പറ്റി, ഏശയ്യാ പ്രവാചകൻ, പൗലോസ് ലീഗ, എല്ലാവരും വളരെ ഉജ്ജ്വലമായിട്ട് വചനം പ്രഘോഷിച്ചു. അവരെ ദൈവം വിളിച്ചു, തെരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു, അവരെ അയച്ചു. നമ്മളെ ദൈവം വിളിച്ചു, തെരഞ്ഞെടുത്തു, കുദാശയിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ പ്രഘോഷണം ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവാദിയെന്നെ ഞങ്ങൾ നന്ദി പറയുന്നു, ഒരിക്കൽ കൂടി വചനം ശ്രവിക്കുവാനായിട്ട് അനുഗ്രഹം നൽകി. പുത്രനായ യേശുവെ, ഞങ്ങളുടെ രക്ഷക, അങ്ങയുടെ ദൗത്യത്തെപ്പറ്റി ഞങ്ങൾ ഇന്ന് വചനത്തിൽ വായിച്ചു കേട്ടു. രോഗികളെ സുഖപ്പെടുത്തി, സിനഗോഗിൽ ചുറ്റി സഞ്ചരിച്ച് വചന പ്രഘോഷണം നടത്തി. പരിശുദ്ധാത്മാവെ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണം. അറിവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണം. ത്രിത്വ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുദാശകളിലൂടെ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള വലിയ സത്യം അങ്ങ് ഞങ്ങളെ മനസ്സിലാക്കി തന്നെ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോരുത്തരെയും പരമപ്രധാനമായ ഉത്തരവാദിത്വം, ദൗത്യം എന്ന് പറയുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മ ശക്തിയെ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. വളരെ ഉജ്ജ്വലമായ രീതിയിൽ യേശയ്യാ പ്രവാചകനെ പോലെ, പൗലോസ് ലീഗയെ പോലെ, യേശു ക്രിസ്തുവിനെ പോലെ വചനം പ്രഘോഷിക്കാനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.